അമരം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് കയറിയ മുത്തിനെ മലയാളികൾ അത്ര വേഗമൊന്നും മറക്കില്ല. 90കളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന മാധുവിന്റെ കരിയറിലെ എന്നും ഓർക്കാവുന്ന കഥാപാത്രങ്ങളിലൊന്നാണ് അമരത്തിലെ മുത്ത്. വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്ന നടികളുടെ കൂട്ടത്തിലേക്ക് മാധുവും പോയി. മലയാള സിനിമയിൽ നിന്നും വിട്ടുനിന്ന മാധു അനിയൻ കുഞ്ഞും തെന്നാലായത് എന്ന ചിത്രത്തിലൂടെ 19 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുകയാണ്. എത്രത്തോളം മലയാള സിനിമയെ മിസ് ചെയ്തിരുന്നുവെന്ന് ഈ തിരിച്ചുവരവിലാണ് മനസ്സിലായതെന്നും മാധു പറയുന്നു. സിനിമ എനിക്ക് ഇഷ്ടമായിരുന്നെങ്കിലും മക്കൾക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കണം, ഫാമിലി ലൈഫ് ആസ്വദിക്കണം എന്നൊക്കെ കരുതിയാണ് വിട്ടുനിന്നത്. പല ചിത്രങ്ങളിൽ നിന്നും ഓഫറുകൾ വന്നെങ്കിലും കുടുംബജീവിതത്തിനായിരുന്നു അന്ന് ഞാൻ മുൻഗണന നൽകിയത്. ഇപ്പോൾ മക്കൾ വളർന്നു. ഈ തിരിച്ചുവരവിലാണ് മലയാള സിനിമയെ എത്രത്തോളം മിസ് ചെയ്തിരുന്നുവെന്ന് മനസ്സിലാക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് മാധു ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു മാധു വീണ്ടും വിവാഹിതയായതും. 1989 നെടുമുടി വേണു സംവിധാനം ചെയ്ത പൂരം എന്ന സിനിമയിലാണ് ആദ്യമായി മാധു അഭിനയിക്കുന്നത്. ഇന്നും മലയാളികൾ ഓർമ്മിച്ചു വെക്കുന്ന സിനിമയാണ് അമരം. 3 സഹോദരിമാരും അവരുടെ അനിയനും തമ്മിലുള്ള സാഹോദര്യത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ നായകന്റെ സഹോദരിയുടെ വേഷത്തിലാണ് മാധു എത്തുന്നത്. പാലായിൽ ലോക്കൽ രാഷ്ട്രീയം കളിച്ച് ജോളിയായി നടന്നിരുന്ന അനിയൻ കുഞ്ഞ് ഒരു ഘട്ടത്തിൽ അമേരിക്കയിലുള്ള സഹോദരിമാരുടെ അടുത്തെത്തുകയും അവിടെ ഒരു സംഭവത്തിൽ യാദൃശ്ചികമായി ഇടപെടുന്നതിലൂടെ അയാളുടെ ജീവിതത്തിലും സ്വഭാവത്തിലും ഉണ്ടാകുന്ന പരിവർത്തനങ്ങളുമാണ് ചിത്രം പറയുന്നത്. രാജീവ് നാഥ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ അമേരിക്കയാണ്. തന്റെ വീട്ടിൽ നിന്നും ലൊക്കേഷനിലേക്ക് അധികം ദൂരമില്ല എന്നതുകൂടിയാണ് പടം കമ്മിറ്റ് ചെയ്യാനുള്ള മറ്റൊരു കാരണമെന്നും മാധു പറയുന്നു. അമേരിക്കയിൽ ഡാൻസ് സ്കൂൾ നടത്തുകയാണ് താരം ഇപ്പോൾ.